അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മലയാള പുസ്തകത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഒരു കവിത നമ്മൾ പഠിച്ചു, സന്ദർശനം എന്ന കവിത. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത. അതുപോലെ തുടർന്ന് നമ്മൾ പഠിച്ചതൊരു ചെറുകഥയാണ്, ഓർമ്മയുടെ ഞരമ്പ്. അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പരീക്ഷ മലയാളം +1 100 മാർക്കിനാണ് മൊത്തത്തിൽ. അതിൽ 80 മാർക്കിനാണ് നിങ്ങൾ എഴുതേണ്ടത്. എഴുത്തു പരീക്ഷ 80 മാർക്കിനാണ്. 20 മാർക്ക് നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കായി ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സി വർക്കിനനുസരിച്ച് ലഭിക്കുന്ന മാർക്കുകളാണ്. അപ്പം അങ്ങനെ 80ഉം 20ഉം 100 മാർക്ക്. ഈ സി വർക്കുകളിലെല്ലാം തന്നെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതുപോലെ തന്നെ പാഠാനുബന്ധമായുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അങ്ങനെ 100 മാർക്കിനാണ്. അപ്പോൾ നമ്മൾ 2 പാഠങ്ങൾ പരിചയപ്പെട്ട സ്ഥിതിക്ക് ആ പാഠങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാവാം ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് ഒന്ന് ലഘുവായി പറയാം. അപ്പോൾ ഇതുവരെയുള്ള ഒരു പരീക്ഷാ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളുണ്ട്. അതുപോലെ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതത്തക്ക രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ചെറിയ പാരഗ്രാഫായി എഴുതേണ്ടുന്ന ഖണ്ഡികയായി എഴുതേണ്ട ചോദ്യങ്ങളുണ്ട്. അതുപോലെ 8 മാർക്കിനുള്ള ഉപന്യാസ രൂപത്തിലുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ നാളിതുവരെ മലയാളം പഠിച്ചു വന്ന ആ രീതിയുടെ ഒരു തുടർച്ച തന്നെയാണ് നമുക്ക് +1 ഉള്ളത്. പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളുടെ രീതിക്കും പറയത്തക്ക മാറ്റങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ചെറുകഥയിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങളായി ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള ചില ഉദാഹരണങ്ങൾ എന്നുള്ള നിലയ്ക്ക് ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഇന്നത്തെ സ്ത്രീയുടെ അവസ്ഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന, വെളിപ്പെടുത്തുന്ന ഒരു കഥയാണല്ലോ KR മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥ. അപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഒരു വ്യക്തമായ സ്ത്രീപക്ഷ രചനയുടെ സ്വഭാവം പുലർത്തുന്ന കഥകളാണ് KR മീരയുടെ കഥ. ഈ കഥയും അത്തരത്തിലുള്ളതാണ്. തൻ്റെ സ്ത്രീപക്ഷ നിലപാടുകൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി, അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഈ കഥയിൽ 2 കാലഘട്ടങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളെയാണ്, 2 കാലഘട്ടങ്ങളിലെ സ്ത്രീകളെയാണ് KR മീര അവതരിപ്പിക്കുന്നത്. അവരുടെ അനുഭവങ്ങളുടെ സമാനതകളിലൂടെ എഴുത്തുകാരി അടിവരയിട്ട് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ ഏറ്റവും പുതിയ തലമുറയുടെ പെൺകുട്ടിയുടെ ജീവിതാവസ്ഥകൾ പഴയ തലമുറയുടെ വൃദ്ധയുടെ ജീവിതാവസ്ഥകളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്നാണ് പറയാൻ ശ്രമിച്ചത്. അല്ലെങ്കിൽ നമുക്കത് എഴുത്തുകാരിയുടെ നിലപാടായിട്ട് നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത്. ശരിയല്ലേ? പുതിയ തലമുറയിലെ പെൺകുട്ടി തിരിച്ചറിയുകയാണ് വൃദ്ധയുടെ അനുഭവങ്ങൾ തൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. ആ തിരിച്ചറിവാണ് അവളുടെ നടുക്കത്തിനും അവളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കും കാരണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം വൃദ്ധയുടെ രൂപത്തോട്, വൃദ്ധയുടെ സംഭാഷണ ശകലങ്ങളോട്, വൃദ്ധ വസിക്കുന്ന ആ മുറിയോടൊക്കെ ഒരു അസഹിഷ്ണുത പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ ഒരു ഈർഷ്യ പ്രകടിപ്പിച്ച പെൺകുട്ടി പിന്നീട് വളരെ ആകാംക്ഷാഭരിതയായി തീരുന്നതിൽ നിന്ന് തന്നെ, അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ? അപ്പോൾ വളരെയധികം ആകാംക്ഷാഭരിതയായി തീരുന്നതിൽ നിന്ന് തന്നെ പെൺകുട്ടിക്ക് ഒരു തിരിച്ചറിവുണ്ടായിരിക്കുന്നു, പെൺകുട്ടി വൃദ്ധയുമായി താദാത്മ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അനുഭവങ്ങളിലെ സമാനത. അപ്പോൾ സ്വാതന്ത്ര്യം എന്നുള്ളത് പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ എത്രയോ കാലം മുമ്പ് കൽപ്പിച്ചിരുന്ന ആ ഒരു പരിവേഷത്തിൽ നിന്ന്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന്, ആരുടെ? സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സങ്കല്പത്തിന് എത്രയോ കാലം കൽപ്പിച്ചിരുന്ന അതേ രൂപം തന്നെയാണ്, ആ സ്വാതന്ത്ര്യത്തിന്റെ അതേ അവസ്ഥകൾ തന്നെയാണ്
നാളേറെ പിന്നിട്ടിട്ടും പുതിയ തലമുറയിലെ പെൺകുട്ടിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യ കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നത് വൃദ്ധയെയാണ്, അല്ലെ? കാരണം വൃദ്ധയെ കുറിച്ചാണ് കഥാകാരി പറയുന്നത്, അല്ലെങ്കിൽ വൃദ്ധ സ്വയം തന്റെ കഥ വെളിപ്പെടുത്തുകയാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ഒരു പക്ഷേ പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ, പുതിയ തലമുറയിലെ പെൺകുട്ടി എന്ന കഥാപാത്രത്തിന്റെ, പേരില്ലാത്ത കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് ചോദിച്ചാൽ നിങ്ങൾ അത് എങ്ങനെ അതിനുള്ള ഉത്തരം നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? കഥയിലുടനീളം പറയുന്നത് വൃദ്ധയെക്കുറിച്ചാണ്. പെൺകുട്ടിയെക്കുറിച്ച് അധികം പരാമർശങ്ങളില്ല എന്നു മാത്രമല്ല, പെൺകുട്ടി തൻ്റെ കഥകളൊന്നും വൃദ്ധയോട് അങ്ങോട്ട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതകൾ ഒരു കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തി കുറിപ്പൊക്കെ എഴുതാൻ കഴിയുന്നത്? അവിടെയാണ് നമുക്ക് സൂക്ഷ്മമായ ഒരു വായന ആവശ്യമായി വരുന്നത്. അവിടെയാണ് നമ്മൾ കഥയെ കുറച്ചുകൂടി വിശകലനം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കഥയിൽ ഉടനീളം ഈ പെൺകുട്ടിയുടെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള സൂചനകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സസൂക്ഷ്മം ഒന്ന് ഇരുത്തി വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, 2 സ്ത്രീകളിലൂടെയാണല്ലോ ഈ കഥ മുന്നോട്ട് പോകുന്നത്. വൃദ്ധ പറയുന്ന എല്ലാ അനുഭവങ്ങളും കേൾക്കുമ്പോൾ കൂടുതൽ ഈ പെൺകുട്ടിക്ക് ആകാംക്ഷയുണ്ടായി വരുന്നു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വൃദ്ധയുടെ അനുഭവങ്ങൾ പെൺകുട്ടിയുടെ കൂടി അനുഭവങ്ങൾ. അപ്പൊ വൃദ്ധ എന്തൊക്കെ പറയുന്നു? ഇതെല്ലാം ആ പെൺകുട്ടിയും അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ അനുഭവങ്ങളായിട്ട് നമുക്ക് നിഗമനത്തിലെത്തി പെൺകുട്ടിയുടെ അനുഭവങ്ങളായിട്ട് അതിനെ ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ ഉത്തരമായി എഴുതാൻ സാധിക്കും, അല്ലെ? അപ്പോ കുട്ടി എഴുതുമോ എന്നുള്ള വൃദ്ധയുടെ ആദ്യം തന്നെയുള്ള പെൺകുട്ടിയോടുള്ള ചോദ്യത്തിന് പെൺകുട്ടി പ്രത്യേകിച്ച് ഉത്തരമൊന്നും പറയുന്നില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് പെൺകുട്ടിക്ക് എഴുത്തു വാസന ഉണ്ട്, അല്ലെ? അല്പം സ്വല്പം എഴുതുന്ന കൂട്ടത്തിലാണ്. ഞാൻ എഴുതില്ല, അത്തരം ഒരു വാസന ഇല്ല, എനിക്കറിയില്ല എന്നൊന്നും ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. അപ്പൊ എഴുത്തു വാസനയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അതുപോലെ വൃദ്ധ സംഭാഷണം തുടരുന്നതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ വൃദ്ധയെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയും വർദ്ധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഈ പെൺകുട്ടി എന്ന കഥാപാത്രം അല്പം ആശങ്കപ്പെടുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. അതെല്ലാം വൃദ്ധയുടെ തന്നെ അനുഭവങ്ങളാണല്ലോ താൻ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്നും ഇനി വൃദ്ധ പറഞ്ഞതുപോലുള്ള കുറച്ചുകൂടി ദുഃഖടങ്ങളായ അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ്. അപ്പൊ ഈ പെൺകുട്ടി കേൾക്കുന്ന വൃദ്ധയിൽ നിന്ന് അറിയുന്ന കാര്യങ്ങളെല്ലാം വൃദ്ധയെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമല്ല, നിങ്ങൾ ഓർമ്മിക്കുക, വൃദ്ധയെക്കുറിച്ചുള്ള അറിവുകൾ മാത്രമല്ല, തിരിച്ചറിവുകൾ കൂടിയാണ്. ആരെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ? വൃദ്ധയെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ മാത്രമല്ല, തന്നെ കുറിച്ച് കൂടിയുള്ള തിരിച്ചറിവുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വൃദ്ധ പറയുന്ന ഓരോന്നും പെൺകുട്ടിയുടെ അനുഭവങ്ങളായി മാറുന്നു. പെൺകുട്ടി തന്നെ കൂടുതൽ എന്ത് ചെയ്യുന്നു, തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, തന്റെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒക്കെ വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, തന്റെ വ്യക്തിത്വത്തിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഒക്കെ കൂടുതൽ ഭയമുള്ളവളോ ആശങ്ക ഉള്ളവളോ ആയി പെൺകുട്ടി മാറുന്നു. ശരിയല്ലേ? പാഠഭാഗം നിങ്ങളൊന്ന് ഇരുത്തി വായിക്കുക, അപ്പോൾ നിങ്ങൾക്കത് കണ്ടെത്താൻ സാധിക്കും. വൃദ്ധയുടെ എഴുത്ത് വ്യക്തിത്വത്തോടാണ് ഈ പെൺകുട്ടിക്ക് കൂടുതൽ താല്പര്യം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം വൃദ്ധ എഴുതിയ കഥകളെ കുറിച്ച് പറയുമ്പോൾ പെൺകുട്ടിക്ക് ഇനി എന്ത് എന്ന് അറിയാനുള്ള ആകാംക്ഷ ജനിക്കുന്നുണ്ട്, അല്ലെ? ഇനി എന്ത് എന്ന് പെൺകുട്ടി ചോദിക്കുമ്പോൾ അത് ഈ കഥയുടെ ബാക്കി എന്ത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. കാരണം പെൺകുട്ടിക്ക് ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു, ഈ വൃദ്ധ പറയുന്ന കഥകൾ പോലും വൃദ്ധയുടെ തന്നെ ജീവിതത്തിന്റെ ഏടുകളാണ്, പരിച്ഛേദങ്ങളാണ് എന്ന് പെൺകുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെ ആവാം ഒരുപക്ഷെ ഇനി തൻ്റെ ജീവിതത്തിലും സംഭവിക്കാൻ പോകുന്നത്. ഭാവിയെക്കുറിച്ച് അറിയാനുള്ള, തൻ്റെ ഭാവിയെക്കുറിച്ച് അറിയാനുള്ള, വരാനിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള പെൺകുട്ടിയുടെ ആകാംക്ഷയാണ് നമ്മൾ വൃദ്ധയുടെ കഥ കേൾക്കാനുള്ള പെൺകുട്ടിയുടെ ആകാംക്ഷയിൽ
കാണുന്നത് എന്നുള്ളതാണ്. അതൊരു ചോദ്യവുമാണ് അല്ലേ. ഇപ്പം ആദ്യം തോന്നിയ ഈർഷ്യ ആകാംക്ഷയായി പരിണമിക്കുന്നതിന്റെ പിന്നിലെ പൊരുൾ അത് തന്നെയാണ്. ആദ്യം വൃദ്ധയോട് തോന്നിയ രസക്കേട് ഒരു ആകാംക്ഷയായി കൂടുതൽ അറിയാനുള്ള താല്പര്യമായി പരിണമിച്ചതിന്റെ പൊരുളും അതാണ്. കാരണം വൃദ്ധയിൽ പെൺകുട്ടി തന്നെ കാണുന്നു, വൃദ്ധയുടെ അനുഭവങ്ങൾ തന്റേതായി മാറിക്കഴിഞ്ഞു, സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ വൃദ്ധ ദീർഘമായ അനുഭവ സമ്പത്തുള്ള ഒരാളാണ്, ഒരുപാട് ജീവിതം പിന്നിട്ട ഒരാളാണ്, ജീവിതത്തിന്റെ സായന്തനം കടന്ന ഒരാളാണ്. അപ്പൊ തനിക്ക് ഇനി വരാനിരിക്കുന്ന ലോകവും ജീവിതവും അനുഭവങ്ങളും ഒക്കെ ഇമാതിരിയുള്ളതാണ് എന്ന് പെൺകുട്ടിക്ക് ഒരു ബോധ്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് വൈകുന്നേരം വളരെ വൈകി അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ ഈർഷ്യയോടെ ശ്രീജിത്ത് എന്ന ഭർത്താവ് എന്താണ് തിരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വൃദ്ധ പറഞ്ഞ ആ കഥയിൽ പറഞ്ഞ മാതിരിയുള്ള ഒരു നീല ഞരമ്പ് എന്ന് പെൺകുട്ടി ഒരു വിഭ്രമത്തിൽ എന്ന പോലെ ഭർത്താവിനോട് മറുപടി പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കഥയിൽ ഒരുപാട് വിശദീകരണങ്ങളില്ലാത്ത, സൂചനകളില്ലാത്ത, വിവരണങ്ങളില്ലാത്ത പെൺകുട്ടി എന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള സ്വഭാവ സവിശേഷതകൾ എഴുതാൻ വേണ്ടിയുള്ള സൂചനകൾ നമ്മൾ വിലയിരുത്തേണ്ടത്. അതുപോലെ പെൺകുട്ടിയുടെ ജീവിതത്തെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല എങ്കിലും നമുക്ക് വിപുലീകരിക്കാവുന്ന തരത്തിൽ, ഒരുപാട് വിശകലനം ചെയ്യാവുന്ന തരത്തിൽ, കണ്ടെത്താവുന്ന തരത്തിലുള്ള സൂചനകൾ കഥാകാരി നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും നല്ല സൂചനയായിട്ട് നമുക്ക് ഒരുപക്ഷെ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ പെൺകുട്ടിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം അപ്പോൾ മുറിയിലേക്ക് കടന്നു വന്ന കാറ്റിൽ മുടിയിഴകൾ മാടിയൊതുക്കിയപ്പോൾ, പെൺകുട്ടി തന്റെ കൈകൊണ്ട് മാടിയൊതുക്കിയപ്പോൾ ആ സീമന്തത്തിലെ സിന്ദൂരം വിരലുകളിലെ വിയർപ്പിൽ കുതിർന്ന് ചോരത്തുള്ളിയായി തറയിൽ വീണു മരിച്ചു എന്ന് വളരെ സ്വാഭാവികമായ ഒരു സന്ദർഭ വിവരണമായി പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നമുക്ക് പെൺകുട്ടിയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് കഥാപാത്ര നിരൂപണത്തിന് ആവശ്യമായ മെറ്റീരിയലുകൾ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. ഉദാഹരണത്തിന് നമുക്ക് വ്യക്തമാണത്, പെൺകുട്ടിയുടെ ജീവിതം ചോരത്തുള്ളികൾ എന്നൊക്കെ പറയുന്നിടത്ത് അപകടകരമായ ജീവിത സന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പെൺകുട്ടിയെ കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും, അല്ലെങ്കിൽ അനുമാനിക്കാൻ സാധിക്കും, നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ശരിയല്ലേ? അപകടകരമായ ജീവിത വഴികളിലൂടെയാണ് പെൺകുട്ടിയുടെ ജീവിതം. അപകടകരമായ അല്ലെങ്കിൽ അസുഖകരമായ ജീവിത സന്ദർഭങ്ങളിലൂടെയാണ് പെൺകുട്ടി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കും. അതുപോലെ ആ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രതീകമായി കരുതുന്ന ആ സീമന്തരേഖയിലെ സിന്ദൂരം വീണു കുതിർന്നെന്നോ തകർന്നെന്നോ അല്ല കഥാകാരി പറയുന്നത്, വീണു മരിച്ചു എന്നുള്ളതാണ്. അത് വളരെ വ്യക്തമായ ഒരു സൂചന തന്നെയാണ് വായനക്കാരെ സംബന്ധിച്ചിടത്തോളം. പെൺകുട്ടിയെ കുറിച്ച് അധികമൊന്നും പറയുന്നില്ല എഴുത്തുകാരിയെങ്കിലും പറയാതെ പറയുകയാണ് പെൺകുട്ടിയുടെ സങ്കല്പത്തിലെ, അവളുടെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഉണ്ടായിരുന്ന അവളുടെ ഭാവനയിലെ, സങ്കല്പത്തിലെ, അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ചിരുന്ന മട്ടിലുള്ള അവളുടെ ദാമ്പത്യ ജീവിതം അവസാനിച്ചിരിക്കുന്നു, അത് മരിച്ചിരിക്കുന്നു, മരണം സംഭവിച്ചിരിക്കുന്നു. ആ സങ്കല്പത്തിലെ ജീവിതത്തിന് മരണം സംഭവിച്ചിരിക്കുന്നു അല്ലെ എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ നയിക്കുന്നത് യാന്ത്രികമായൊരു ജീവിതം, തന്റെ വ്യക്തിത്വം അംഗീകരിച്ച് കിട്ടാത്ത, ഒരുപക്ഷെ താനൊരു എഴുത്തുകാരി ആണെങ്കിൽ, അല്ലെ, ആ പെൺകുട്ടി ഒരു എഴുത്തുകാരിയാണെങ്കിൽ, നമുക്ക് അങ്ങനെയല്ലേ പറയാൻ സാധിക്കും. ഒരു എഴുത്തുകാരിയാണെങ്കിൽ ആ എഴുത്തുകാരിയുടെ വ്യക്തിത്വത്തിന്, എഴുത്തു ജീവിതത്തിന് മരണം സംഭവിച്ചിരിക്കുന്നു. വൃദ്ധയ്ക്കും അങ്ങനെ സംഭവിച്ചത് അല്ലെ. അപ്പൊ അങ്ങനെ അസംതൃപ്തമായ ജീവിതം നയിക്കുന്നു. വ്യക്തിത്വത്തിനും, എഴുത്ത് വ്യക്തിത്വത്തിനും, സ്ത്രീ വ്യക്തിത്വത്തിനും ഒക്കെ മരണം സംഭവിച്ച വളരെ യാന്ത്രികമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അപ്പോ അതിന് ഏറ്റവും നല്ല ഉദാഹരണവുമുണ്ട്. ഭർത്താവിന്റെ ആ ഒരു സമീപനം, അർഹിക്കുന്ന ആദരം കിട്ടാത്ത യജമാനന്റെ സമീപനം എന്ന് പറയുന്നിടത്ത് അതുണ്ട്. കാരണം അവിടെ പുതിയ തലമുറയിലെ യുവാവാണ് അല്ലെ പുതിയ തലമുറയിലെ പെൺകുട്ടിയുടെ ഭർത്താവാകുമ്പോൾ അയാളും ചെറുപ്പക്കാരനാണ്. പക്ഷെ അയാളിൽ നിന്നും തലമുറകൾക്ക് മുമ്പുള്ള വൃദ്ധയുടെ ഭർത്താവിന്റെ അനുയോജ്യമല്ലാത്ത, അല്ലെങ്കിൽ അഭിലഷണീയമല്ലാത്ത, അഭികാമ്യമല്ലാത്ത
അതേ സമീപനത്തിന്റെ ഒരു പകർപ്പ് തന്നെയാണ് പെൺകുട്ടിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും, പുരുഷ മേധാവിത്വത്തിന്റെ തലമുറകളിലൂടെ തുടരുന്ന, സ്ത്രീ ഒട്ടും ആഗ്രഹിക്കാത്ത, അഭിലഷിക്കാത്ത, അഭികാമ്യമല്ലാത്ത സമീപനത്തിന്റെ ഒരു ഇര തന്നെയാണ് ഈ പുതിയ തലമുറയിലെ പെൺകുട്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വൃദ്ധയുടെ വാക്കുകൾ ഈ പെൺകുട്ടിയെ ഒരുപാട് പ്രചോദിപ്പിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ വൃദ്ധ പറഞ്ഞതുപോലെ അവൾ കഴുത്തിൽ ആ നീല ഞരമ്പ് തേടുന്നത്. അപ്പൊ വൃദ്ധയുടെ വാക്കുകൾ അത്രമാത്രം അവളുടെ മനസ്സിനെ സ്പർശിച്ചു, അവളെ പ്രചോദിപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വൃദ്ധയുടെ വാക്കുകൾ അത്രമാത്രം പ്രചോദിപ്പിച്ചെങ്കിൽ വൃദ്ധയുടെ അനുഭവങ്ങളുടെ ഒരു തനിയാവർത്തനം തന്നെയാണ് പെൺകുട്ടി അനുഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് സ്വാതന്ത്ര്യം മോഹിക്കുകയും അത് നിഷേധിക്കുകയും ചെയ്യുന്ന, അതിന്റെ ഇരയായി തീരുന്ന സ്ത്രീ അനുഭവങ്ങളുടെ തലമുറകളിലൂടെയുള്ള തുടർച്ച നമുക്ക് വൃദ്ധയിലും പെൺകുട്ടിയിലും ഒരുപോലെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ് നമുക്ക് ആ കുറിപ്പ് അവസാനിപ്പിക്കാവുന്നതാണ്, അല്ലെ? അപ്പൊ ഇത്തരത്തിലാണ് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കുമെന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പോ പെൺകുട്ടിയെ കുറിച്ച് അധികം പരാമർശങ്ങളില്ല എങ്കിലും കഥയിൽ പെൺകുട്ടി വൃദ്ധയുടെ ഒരു ശ്രോതാവ് മാത്രമാണെങ്കിലും പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള, പുതിയ തലമുറയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള ഒരു കഥ കൂടിയായി ഇത് മാറുന്നു എന്നുള്ളതാണ്. അവളുടെ കഥ കൂടിയാണത്, അല്ലെങ്കിൽ അവളുടെ കഥ തന്നെയാണത്. ഈ കാലഘട്ടത്തിലെ സ്ത്രീ പ്രതിസന്ധികളാണ് കഥാകാരി ഉന്നം വയ്ക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു തുടർച്ചയെ കാണിക്കാൻ വൃദ്ധ മുതൽക്കുള്ള അനുഭവങ്ങൾ ആവിഷ്കരിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ വളരെ വളരെ ഘടനാപരമായി പോലും വളരെ മികവ് പുലർത്തുന്ന ധ്വന്യാത്മകത കൊണ്ട് ഒരു ചെറുകഥയെ സുന്ദരമാക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ധ്വനിസാന്ദ്രമായ പ്രയോഗങ്ങൾ കൊണ്ട് ശില്പഭംഗി ഒത്തിണങ്ങിയ ഒരു കഥ കൂടിയാണ് ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ലോകത്തും ഏത് കാലത്തും പ്രസക്തമായ ഒന്ന് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ ഈ കഥയിൽ എങ്ങനെ കടന്നു വരുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഉപന്യാസ രൂപത്തിലോ മറ്റോ ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും? നിങ്ങൾ കഥ ആദ്യം മുതൽ ഒന്ന് ശ്രദ്ധിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സൂക്ഷ്മമായ വായനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ കഥയിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ആദ്യം അത് നമുക്ക് ഒരുപക്ഷെ പോയിന്റുകളായി സ്വാതന്ത്ര്യത്തിന്റെ വിവിധ രൂപങ്ങൾ തന്നെ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യസ്ത മാനങ്ങൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ദേശത്തെ കുറിച്ചുള്ള സ്വാതന്ത്ര്യം, അല്ലെ? അതൊരു പോയിന്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ദേശത്തെ കുറിച്ചുള്ള സ്വാതന്ത്ര്യം കഥയിൽ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം, അതാണല്ലോ എന്റെ പ്രമേയം പോലും, സ്ത്രീയുടെ സ്വാതന്ത്ര്യം. തുടർന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യം, അല്ലെ? ആവിഷ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അത് കഥയാവട്ടെ, കവിതയാവട്ടെ, നോവലാവട്ടെ, അല്ലെങ്കിൽ ചലച്ചിത്രമോ ശില്പമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഒരു ആവിഷ്കാരം എന്ന് പറയുമ്പോൾ അത് ആത്മാവിഷ്കാരമാണ്. നമ്മളൊരു കഥ എഴുതുന്നു, അല്ലെങ്കിൽ കവിത എഴുതുന്നു, ഒരു ചിത്രം വരയ്ക്കുന്നു, നമ്മുടെ ഉള്ളിന്റെ ഒരു പ്രതിഫലനമാണ്, ആത്മാവിന്റെ ഒരു പ്രകടനമാണ്. അപ്പോ എഴുത്ത് എന്ന് പറയുന്നത്, കല എന്ന് പറയുന്നത് ആത്മാവിഷ്കാരമാണ്. അപ്പൊ ആത്മാവിഷ്കാരം എല്ലാവർക്കുമുള്ള, അതിന് കഴിവുള്ളവരുടെ ഒരു അവകാശമാണ്. എനിക്ക് എന്റെ ഉള്ളു വെളിപ്പെടുത്തുക എന്നുള്ളത്. അത് പുരുഷന് നിഷേധിക്കപ്പെടുന്നില്ല. പുരുഷന് തന്റെ ആത്മാവിഷ്കാരത്തിന് യാതൊരു വിലക്കുകളുമില്ല. പക്ഷെ ഇവിടെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആത്മാവിഷ്കാരത്തിന് പല വിധത്തിലുള്ള വിലക്കുകളുടെ ചങ്ങലകൾ വന്നു വീഴുന്നു എന്നുള്ളതാണ്. അപ്പൊ തന്റെ ഉള്ളൊന്ന് തുറക്കാൻ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താനുള്ള ഒരു അവകാശം പോലും, സ്വാതന്ത്ര്യം പോലും, ആ ഉള്ളു വെളിപ്പെടുത്തുമ്പോൾ കിട്ടുന്ന, തന്നെ വെളിപ്പെടുത്തുമ്പോൾ കിട്ടുന്ന, തന്റെ ഉള്ളു തുറന്ന് തനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തിക്കുള്ള മൗലികമായ അവകാശം പോലും സ്ത്രീക്ക് നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് വൃദ്ധ മാത്രമല്ല, പെൺകുട്ടിയും അതെന്ത് ചെയ്യുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, എത്ര പുരോഗമനപരമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, എത്ര ആധുനികമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്.
അല്ലെ? അപ്പൊ പുരോഗതിയുടെയും ആധുനികതയുടെയും നാഗരികതയുടെയും ഉത്തുംഗ ശൃംഗങ്ങളിൽ വിരാജിക്കുമ്പോഴും സ്ത്രീയുടെ ആത്മാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം പോലും വീടുകൾക്കുള്ളിൽ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ പിന്നെ നമ്മൾ നേടിയെന്ന് പറയുന്ന സ്ത്രീ സ്വാതന്ത്ര്യവും അവകാശ സമത്വവും അവസര സമത്വവും ഒക്കെ എവിടെ? അതൊരു ചർച്ചാ വിഷയമാണ്, അല്ലെ? അപ്പൊ നമുക്ക് പറയാൻ സാധിക്കും അതൊക്കെ ബാഹ്യമാണ്, പുറമേയാണ്. സ്ത്രീക്ക് പണ്ടത്തതിനേക്കാൾ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, തൊഴിൽ ചെയ്യുന്നതിനും വരുമാനം നേടുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉള്ളപ്പോൾ പോലും കുടുംബങ്ങളിലേക്ക് വരുമ്പോൾ, അപ്പൊ സാമൂഹ്യമായ തലത്തിൽ സ്വാതന്ത്ര്യം സ്ത്രീക്ക് അത്രത്തോളം നിഷേധിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കുടുംബത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പല വിലക്കുകളുടെയും വീർപ്പുമുട്ടലുകൾക്കുള്ളിലാണ് സ്ത്രീ മനസ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ ഒരു ഇരയാണ്, പ്രതിനിധിയാണ് ഇവിടെ ആര്? പെൺകുട്ടിയും വൃദ്ധയും അങ്ങനെ തന്നെയാണ്. അപ്പൊ മാറി എന്ന് നമ്മൾ പറയുന്ന മാറ്റങ്ങളൊക്കെ ഉപരിപ്ലവമാണ്. അത് സമൂഹത്തിന്റെ പുറമേയുള്ള തലങ്ങളിൽ മാത്രമാണ്. കുടുംബത്തിന്റെ ഉള്ളറകളിലേക്ക് വരുമ്പോൾ മനസ്സുകൾ സങ്കുചിതം തന്നെയാണ്. പുരുഷ മേധാവിത്വത്തിന്റെ സങ്കുചിത ലോകം വരയ്ക്കുന്ന വൃത്തങ്ങൾക്കുള്ളിൽ ഒതുങ്ങി പതുങ്ങി സ്വത്വാവിഷ്കാരത്തിന് പോലും സ്വത്വ പ്രകാശനത്തിന് പോലും വ്യക്തിത്വ പ്രകടനത്തിന് പോലുമുള്ള അവസരങ്ങൾ ഈ നാഗരികതയുടെ അല്ലെങ്കിൽ ആധുനികതയുടെ ഉത്തുംഗതയിലും സ്ത്രീക്ക് അനുഭവിക്കേണ്ടതായി വരുന്നു എന്നുള്ള ആ പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് കഥാകാരിയുടെ വെളിപ്പെടുത്തുന്നത്. അപ്പോ സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യസ്തങ്ങളായ മാനങ്ങൾ ഞാൻ പറഞ്ഞത് ആവർത്തിക്കുന്നു. ഏത് തരത്തിലുള്ള ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശം, അതുപോലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശം. ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരു ഉപന്യാസ രൂപത്തിൽ ഇങ്ങനെ ചോദിക്കുന്നു എന്ന് വിചാരിക്കുക. മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവുമാണ്. എങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സങ്കല്പങ്ങളാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ആവിഷ്കരിക്കപ്പെടുന്നത്? അപ്പോ അത് ഒരു ഉപന്യാസത്തിന്റെ ആമുഖമായിട്ട് KR മീരയെ കുറിച്ചും കഥയുടെ പ്രമേയത്തെക്കുറിച്ചും ഒക്കെ എഴുതിയതിനു ശേഷം നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ വേണ്ടിയുള്ള, തുടർന്നുള്ള പാരഗ്രാഫുകളിൽ വിശകലനം ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റുകൾ ആയിട്ട് ഏതൊക്കെ തരത്തിലുള്ള സ്വാതന്ത്ര്യം കടന്നു വരുന്നു എന്നുള്ളതിന് പോയിന്റുകളായിട്ട് ഞാൻ പറഞ്ഞതാണ് ദേശത്തിന്റെ സ്വാതന്ത്ര്യവും സ്ത്രീയുടെ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പൊ അത് ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് എന്തെഴുതണം, എത്രമാത്രം എഴുതണം? അപ്പൊ നിങ്ങൾ കഥ വീണ്ടും വായിക്കേണ്ടി വരും. അപ്പൊ അല്ലെ, പലതവണ ഇങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് ഓരോ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ദേശത്തെക്കുറിച്ചുള്ള, ദേശ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എന്തെല്ലാം പരാമർശങ്ങൾ കഥയിലുണ്ട്. കഥ വീണ്ടും വായിക്കൂ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ കഥ നൽകുന്നില്ലേ? അല്ലെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയാണ് ആര്? വൃദ്ധ. അന്ന് വൃദ്ധ ഒരു പെൺകുട്ടിയാണ്, ഒരു കൊച്ചുകുട്ടിയാണ്, 9-10 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്ന് കഥയിൽ പറയുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇപ്പോഴാണ് വൃദ്ധ എന്ത് ചെയ്യുന്നത്? ഓർമ്മയൊക്കെ നശിച്ച് പല്ലൊക്കെ പൊഴിഞ്ഞ് നരച്ച മുടിയിഴകളോടെയൊക്കെ നമ്മൾ കഥയിൽ വർത്തമാനത്തിൽ കാണുന്നതാണ്. അന്ന് സ്വാതന്ത്ര്യ സമരം രൂക്ഷമായിരിക്കുന്ന സമയത്ത്, തീവ്രമായിരിക്കുന്ന സമയത്ത് വൃദ്ധ ആരാണ്? ഒരു 8-9 വയസ്സ് അല്ലെങ്കിൽ 9-10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണെന്ന് കഥയിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. അപ്പോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു നാടിന്റെ പോരാട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കഥയിൽ പറയുന്നുണ്ട്. അത് ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയുള്ള കഥയിൽ അതിന് പ്രസക്തിയുമുണ്ട്. കാരണം വിദേശ ശക്തികളിൽ നിന്ന്, സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നാടിന് പോലും പോരാട്ടത്തിലൂടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ സ്വന്തം മണ്ണിൽ, സ്വന്തം കുടുംബത്തിൽ, തന്റെ ഇണയിൽ നിന്ന് അല്ലെങ്കിൽ പുരുഷനിൽ നിന്ന്, പുരുഷ ലോകത്ത് നിന്ന്, ഭർത്താവിൽ നിന്നോ സഹോദരനിൽ നിന്നോ ആയിക്കൊള്ളട്ടെ, പിതാവിൽ നിന്നൊക്കെ ആയിക്കൊള്ളട്ടെ, തന്റെ മറുവശത്ത് നിന്ന്, അല്ലെ, സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്ത്രീയുടെ പോരാട്ടങ്ങൾ ഇനി എന്നാണ് സഫലമായി തീരുന്നത്? അല്ലെങ്കിൽ ആ പോരാട്ടങ്ങൾ എത്രമാത്രം ശക്തമാണ്, സഫലമാണ്? അത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ ഭാരതത്തിന്റെ, നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം, അതുപോലെ തന്നെ ഒരു വലിയ വൈരുദ്ധ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഒരു വിരോധാഭാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്, നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന സമ്മേളനത്തിൽ ഒരു സമരഭടനെ പോലെയോ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ പ്രേമിയെ പോലെ കടന്നു വന്ന ഒരു യുവാവാണ്
ഈ പെൺകുട്ടിയെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും പിന്നീട് ഈ പെൺകുട്ടിയായ യുവാവിന്റെ ഭാര്യയായി മാറുന്നത്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ വിലയറിയുന്ന, മൂല്യം അറിയുന്ന, മഹത്വം അറിയുന്ന ഒരു കഥാപാത്രമാണ് പെൺകുട്ടിയുടെ ഭർത്താവ്, അല്ലെ? എന്നിട്ട് പോലും വിവാഹാനന്തരം സ്വാതന്ത്ര്യത്തിന്റെ ആ വിശാലമായ ആത്മാവിഷ്കാരത്തിന്റെ, എഴുത്തിന്റെ, ഡൽഹി കാണാനുള്ള മോഹത്തിന്റെ ഒക്കെ ആ സ്വപ്നങ്ങളെ, ആ സ്വപ്നങ്ങളുടെ ചിറകുകളെ അരിയുന്ന ഭർത്താവിനെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അതൊരു വലിയ വൈരുദ്ധ്യമാണ്, അല്ലെ? നമ്മൾ പ്രസംഗിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്നൊന്ന് പറയും പോലെ സമൂഹത്തിൽ പുറത്ത് നമ്മൾ കാട്ടുന്നതെന്ന് ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക്, കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാട്ടുന്നത് മറ്റൊന്ന് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു രണ്ടു തരം സമീപനം അവിടെ ഈ പുരുഷ പ്രതിനിധിയായ ഭർത്താവ് എന്ത് ചെയ്യുന്നു, വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ്, അല്ലെ? അത്തരം ആ കപട സമീപനം, നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ആ ഇരട്ടത്താപ്പ് സമീപനം ഇവിടെ ഭർത്താവ് വച്ചു പുലർത്തുന്നു. നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും. ആ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടുള്ള കവി സമ്മേളനത്തിൽ വന്ന പെൺകുട്ടിയോട് യാതൊരു ഈർഷ്യയും തോന്നുന്നില്ല. പൊതുരംഗത്ത് വന്നതിനോ വള്ളത്തോൾ പങ്കെടുത്ത കവിത സമ്മേളനത്തിൽ കവിത ചൊല്ലിയതിനോ ഒന്നും യാതൊരു പോരായ്മയും ഈ യുവാവ് കാണുന്നില്ല. പക്ഷെ തന്റെ ഭാര്യയായി മാറിക്കഴിഞ്ഞപ്പോ എല്ലാ സ്വാതന്ത്ര്യങ്ങളും, ആവിഷ്കാര സ്വാതന്ത്ര്യം, കഥ എഴുതാനുള്ള സ്വാതന്ത്ര്യം പോലും എന്ത് ചെയ്യുന്നു, നിഷേധിക്കപ്പെടുന്നു. അതോ പോട്ടെ, സ്വന്തം മക്കൾക്ക് ഇഷ്ടമുള്ള പേര് നൽകാനുള്ള സ്വാതന്ത്ര്യം പോലും എന്ത് ചെയ്യുന്നു, നിഷേധിക്കപ്പെടും. അവിടെയൊക്കെ ഭർത്താവ് കണ്ടുവച്ച പേരാണ്. അതിലേക്ക് വരാം. അപ്പൊ നാടിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണുള്ളത്? വള്ളത്തോൾ പങ്കെടുത്ത സമ്മേളനത്തെ കുറിച്ചുള്ള പരാമർശം, ഈ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചുള്ള പരാമർശം. ഇനി ഈ വൃദ്ധ എഴുതുന്ന കഥ പോലും, അതിൽ പോലും ഉണ്ട് നാടിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പരാമർശം. ഉദാഹരണത്തിന് വൃദ്ധ എഴുതുന്ന ഒരു കഥ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജയിൽവാസം അനുഭവിക്കുന്ന, അല്ലെ? നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജയിൽവാസം അനുഭവിക്കുന്ന സ്ത്രീയെ കുറിച്ചുള്ളത്. അപ്പൊ അവിടെ വൃദ്ധയുടെ ഒരു സ്വപ്നമാണത് എഴുത്തിൽ ആവിഷ്കരിച്ചത്. വിദേശ ശക്തികളിൽ നിന്ന്, സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് നാടിന് സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ തന്നെ പോലുള്ള സ്ത്രീ പ്രജകളും സ്ത്രീജനങ്ങളും പങ്കെടുക്കേണ്ടതുണ്ട്. നാടിന്റെ ഭാവി നിർണയിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാനുള്ള അവസരം അല്ലെങ്കിൽ അവകാശം സ്ത്രീകൾക്കുമുണ്ട് എന്നുള്ള തന്റെ നിലപാടാണ് അവിടെ വൃദ്ധ തന്റെ കഥയിൽ ആവിഷ്കരിച്ചത്. അത് അവരുടെ കൂടി ഒരു മോഹമാണ്, അല്ലെ? ഇപ്പൊ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ എന്നുള്ള ഇതിൽ നാടിനെ കുറിച്ചുള്ള, ദേശത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ള പോയിന്റിനെ കുറിച്ച് രണ്ടാമതായി ഞാൻ പറഞ്ഞത്, വൃദ്ധ എഴുതിയ കഥയിൽ പോലും എന്തിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്? നാടിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പരാമർശം ഉണ്ട്. ഉദാഹരണമായിട്ട് എഴുതേണ്ടതാണ് ഞാൻ ഈ പറഞ്ഞ വൃദ്ധ എഴുതിയ കഥയിലെ ഒരു പെൺകുട്ടി, അല്ല ഒരു സ്ത്രീ കഥാപാത്രം എങ്ങനെയുള്ളവരാണ്? ജയിൽവാസം അനുഭവിക്കുന്ന കഥാപാത്രമാണ്. വെറുതെയല്ല, നാടിന്റെ മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് കാരണം. ഓക്കെ, അതുപോലെ സ്ത്രീയുടെ സ്വാതന്ത്ര്യം രണ്ടാമത് ഞാനൊരു പോയിന്റ് ആയിട്ട് പറഞ്ഞു. അത് നമുക്ക് കഥ ഉടനീളം അതാണ് കാണാൻ സാധിക്കുന്നത്, അല്ലെ? സ്ത്രീയുടെ മൗലികമായ ചില സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കും. ആവിഷ്കാരം സ്വാതന്ത്ര്യം മാത്രമല്ല, കഥയോ കവിതയോ എഴുതാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് മാത്രമല്ല നാം ഇവിടെ കാണുന്നത്. നൊന്ത് പെറ്റു വളർത്തിയ പിന്നെ കുഞ്ഞുങ്ങൾക്ക് താൻ മനസ്സിൽ കണ്ട ഇഷ്ടപ്പെട്ട പേര് നൽകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീ ആയതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. പുരുഷൻ തീരുമാനിക്കുന്ന പേര് അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു, ഇല്ലെങ്കിൽ അവിടെ ഒരു കലമ്പൽ ഉണ്ടാവും. വൃദ്ധ ചിന്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പിന്നീട് അല്ല, എന്തിനാ ഒരു കലമ്പൽ? പേരെന്തോ ആയിക്കൊള്ളട്ടെ, രാമൻകുട്ടിയായാലും ശ്രീരേഖയായാലും അവർ എന്റെ മക്കളല്ലേ എന്ന് കരുതി സമാധാനിക്കുന്ന വൃദ്ധയാണ് നമ്മൾ കാണുന്നത്. അപ്പോ നിസ്സാരമാണത്, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ചോദിക്കും. പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചത്? നൊന്ത് പ്രസവിച്ച ആ സ്ത്രീക്ക്, അമ്മയ്ക്ക്, സ്വന്തം കുഞ്ഞുങ്ങൾക്ക്, മുലപ്പാലൂട്ടി വളർത്തിയ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ കണ്ടുവച്ച കൊതിച്ച പേര് നൽകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നിടത്ത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഉള്ളത്, അല്ലെ? ഇത് മാത്രമല്ല ഉള്ളത്, പെൺകുട്ടിയിലേക്ക് വരുമ്പോഴും ഉണ്ട്. അന്ന് പെൺകുട്ടിയുടെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോഴും എഴുതാം, അത് നമ്മൾ നേരത്തെ പറയേണ്ടതാണ്. അന്ന് ശ്രീജിത്ത് എന്ന ഭർത്താവ് പോയ വിവാഹത്തിന് ഈ
പെൺകുട്ടിയും കൂടി പോകേണ്ടതാണ്. കാരണം വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ, ഒപ്പം പോകേണ്ടതാണ്. ബന്ധുജനങ്ങളുടെയോ മറ്റോ ഒക്കെ കല്യാണമായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആവട്ടെ. അതിന് തയ്യാറെടുത്തതാണ് എന്നുള്ള സൂചനകളും കഥ നമുക്ക് നൽകുന്നുണ്ട്, അല്ലെ? രാവിലെ സീമന്തത്തിൽ സിന്ദൂരമൊക്കെ അണിഞ്ഞ് ഒരു പക്ഷേ കല്യാണത്തിന് പോകാൻ തയ്യാറായി ഇറങ്ങിയതായിരിക്കാം. അപ്പോഴുണ്ടായ എന്തെങ്കിലും തർക്ക വിതർക്കങ്ങളോ അസ്വാരസ്യമോ വഴക്കോ നിമിത്തം പെട്ടെന്ന് വേണ്ടെന്ന് വെച്ചതിന്റെ ചില സൂചനകൾ കഥയിലുണ്ട്. അപ്പൊ അവിടെയും നിഷേധിക്കപ്പെടുന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യം. ഒരുപക്ഷെ ഭർത്താവ് പറഞ്ഞു കാണും, നീ ഇപ്പോ കല്യാണത്തിന് വരണ്ട, എനിക്ക് വൈകിയേ വരാൻ സാധിക്കും, മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഇങ്ങനെയൊക്കെ അവഗണിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ ഒഴിവാക്കപ്പെടുമ്പോ സ്വയം ഉൾവലിഞ്ഞു കൊടുക്കുന്നതായി പെൺകുട്ടി, അല്ലെ, പെൺകുട്ടി ഉൾവലിഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് അനുമാനിക്കാം. അങ്ങനെ ഉണ്ടായ വിരസമായ വേളയിലാണ് വൃദ്ധയുടെ മുറിയിലേക്ക് കടന്നു വരുന്നതും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ അവിടെ പോലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വ്യക്തമായ നിഷേധം നമുക്ക് കാണാൻ സാധിക്കും. ഒരു വിവാഹത്തിന് പങ്കെടുക്കാനുള്ള, അല്ലെങ്കിൽ തന്റെ എന്തോ ഇഷ്ടം മാനിക്കാത്തതിന്റെ പേരിലുണ്ടായ തർക്കം അവസാനം തന്റെ തന്നെ ആ സഞ്ചാരത്തിന് വിഘാതമായി തീരുന്നത്, വിവാഹം പോലുള്ള മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്, അവഗണിക്കപ്പെടുന്നതിന് കാരണമായി തീരുന്നു. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പരാമർശങ്ങളല്ലേ അത്, അല്ലെ? അപ്പൊ അങ്ങനെ കഥയിലുടനീളം സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. വീണ്ടും ഉണ്ട് ഒരു സ്വാതന്ത്ര്യാനന്തരം ഈ പെൺകുട്ടിയുടെ, ഏത് വൃദ്ധയുടെ മുൻകാലത്തെയാണ് ഞാൻ പെൺകുട്ടി എന്ന് ഉദ്ദേശിച്ചത്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഒരു MP ആയി മാറുന്നു, പാർലമെന്റ് അംഗമായി മാറുന്നു. ഒരു പാർലമെന്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രവർത്തന മേഖല തലസ്ഥാന നഗരമാണ്, ദില്ലിയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ദില്ലി കാണുക എന്നുള്ള മോഹം വളരെ നിസ്സാരമായി സഫലമാക്കാവുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പോ തന്റെ ഭർത്താവിന്റെ പ്രവർത്തന മേഖലയായ ഭരണസിരാ കേന്ദ്രമായ നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ തൃക്കോവിലായ പാർലമെന്റ് കാണണം, അല്ലെങ്കിൽ അത് വസിക്കുന്ന ദില്ലി കാണണം എന്നുള്ളത് ഒരു രാജ്യസ്നേഹി എന്നുള്ള നിലയ്ക്ക് കൂടി ആവാം ഒരുപക്ഷെ ആ വൃദ്ധയ്ക്ക് അങ്ങനെയുള്ള ഒരു മോഹം ഉദിച്ചത് ചെറുപ്പമായിരുന്ന കാലത്ത്. പക്ഷെ അവിടെയും വളരെ നിസ്സാരമായ ചില ഒഴികഴിവുകൾ പറഞ്ഞ് വീട്ടിൽ തളച്ചിടുകയാണ് ചെയ്യുന്നതെന്ന് മാത്രവുമല്ല, കുട്ടികളെയും അമ്മയും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്പൊ താൻ ആഗ്രഹിച്ചത് തന്റെ ഭർത്താവ് മറ്റുള്ളവർക്ക് സഫലമാക്കി കൊടുക്കുന്നു. താൻ അവിടെ വീട്ടിൽ തളച്ചിടപ്പെടുന്നു, ഒതുക്കപ്പെടുന്നു. അവിടെ പറഞ്ഞ കാരണങ്ങൾ സ്ത്രീ ഏർപ്പെടേണ്ട മേഖലകളെ കുറിച്ചുള്ള പരമ്പരാഗതമായ സങ്കല്പങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നത് തന്നെയാണ്. വീട്ടിൽ പശുക്കളുണ്ട്, അവയെ നോക്കാൻ ആരുണ്ട്, വീട് നോക്കാൻ ആരുണ്ട്, അസ്ഥിത്തറയിൽ ആര് വിളക്ക് വയ്ക്കും, ഇങ്ങനെയുള്ള പരമ്പരാഗതമായ ജീവിത പരിസരങ്ങളിൽ, തൊഴിലുകളിൽ തളച്ചിടാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്ന ഭർത്താവിന്റെ അമ്മയും അതിനൊത്തു നിൽക്കുന്ന ഭർത്താവിനെയുമാണ് നമ്മൾ ഇവിടെ കാണുന്നത്, അല്ലെ? അപ്പൊ അവിടെ വീട്ടുജോലികളിൽ, വീട്ടുപരിസരങ്ങളിൽ, പരമ്പരാഗതമായ തൊഴിലിടങ്ങളിൽ തളച്ചിടപ്പെടുന്ന, അതിന് വിധേയാകേണ്ടി വരുന്ന സ്ത്രീയെ, സഞ്ചാര വാഞ്ചയുള്ള, ആവിഷ്കാര വാഞ്ചയുള്ള സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നമ്മൾ കാണേണ്ട മറ്റൊരു കാരണം, ഒന്നുകൊണ്ട് ഈ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പോയിന്റിന്റെ വിശകലനം എന്നുള്ള നിലയ്ക്ക് പറയുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നോ അത്, ഇവിടെയൊന്നും ഈ വൃദ്ധ എന്ന കഥാപാത്രം പ്രതിഷേധത്തിന്റെ ഒരു കണിക പോലും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെ? പ്രതിഷേധത്തിന്റെ ചെറുത്തുനിൽപ്പ്, അവിടെയെല്ലാം അനുസരണയുടെ, അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടലിന്റെ, സഹനത്തിന്റെ പരമ്പരാഗതമായ നടപ്പ് ശീലങ്ങളാണ് ഈ വൃദ്ധയും വച്ചു പുലർത്തുന്നത് നമുക്ക്. അതാണ് നിരാശാജനകം. അതിന്റെ ഒരു തുടർച്ചയായി പെൺകുട്ടിയും മാറുമോ, പുതിയ തലമുറയിലെ പെൺകുട്ടിയും മാറുമോ എന്നുള്ള ആശങ്കയാണ് കഥാകാരിക്കുള്ളത്. ആ ആശങ്കയാണ് വായനക്കാരായ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ഇത് തുടരണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അത് സമൂഹമോ, വായനക്കാരോ, സ്ത്രീ സമൂഹമോ, അതുപോലെ തന്നെ പുരുഷ സമൂഹമോ ചിന്തിക്കേണ്ടതാണ്. അങ്ങനെ വിപുലമായ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് കഥയിലെ ഓരോ സന്ദർഭങ്ങൾ, അല്ലെ? നിസ്സാരമായ ഒരു വിഷയമല്ല. ഒരു വലിയ വിഭാഗം നേരിടുന്ന വ്യക്തിത്വ പ്രതിസന്ധിയും ആവിഷ്കാര പ്രതിസന്ധിയും വളരെ അമൂല്യമായ അമൃതം തന്നെയായി നമ്മൾ കരുതുന്ന സ്വാതന്ത്ര്യ നിഷേധത്തെ സംബന്ധിച്ച പ്രശ്നങ്ങളുമാണ് കഥാകാരി ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ
ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശം. ഞാൻ മൂന്നാമതൊരു പോയിന്റ് ആയിട്ട് സൂചിപ്പിച്ചത് ദേശത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു, അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞു, അതിന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മൾ മൂന്നാമതായി പറഞ്ഞു. അല്ലെ, ഈ കഥ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സ്വാതന്ത്ര്യത്തിന്റെ വ്യത്യസ്ത മാനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള എന്തെല്ലാം പരാമർശങ്ങളുണ്ട്? ഇപ്പൊ വൃദ്ധ എഴുതുന്ന 3 കഥാപാത്രങ്ങൾ, 3 കഥകൾ, ക്ഷമിക്കണം, കഥകൾ. ആ കഥകളൊക്കെ തന്നെ വൃദ്ധയുടെ സ്വപ്നങ്ങളാണ്. അവസാനം എഴുതിയ കഥ വൃദ്ധയുടെ എഴുത്തു ജീവിതത്തിന്റെ മരണത്തെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. വൃദ്ധയിലെ കഥാകാരി അതോടെ എന്ത് ചെയ്തു, മരണപ്പെട്ടു. അതുപോലെ കഥ എഴുതുന്നത് എങ്ങനെയാണ്? കഥ ആവിഷ്കാരമാണല്ലോ, ആത്മാവിഷ്കാരമാണല്ലോ. എങ്ങനെയാണ് എഴുതുന്നത്? രാത്രി മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ വീട്ടിന്റെ മുറിയുടെ മൂലയിൽ വിളക്ക് കൊളുത്തി വെച്ച് രഹസ്യമായി ഒരു തെറ്റ് ചെയ്യും പോലെ, അപരാധം ചെയ്യും പോലെയാണ്, പത്തും പതുങ്ങിയുമാണ് കഥ എഴുതുന്നത്. അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ നിഷേധിക്കപ്പെടുന്നത്? അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നിഷേധം കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നുകൂടിയുണ്ട്. ഈ വൃദ്ധ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രത്യേകതകളെ കുറിച്ച് കഥാകാരി പറയുന്നുണ്ട്, പെൺകുട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കഥ എന്ന് പറയുമ്പോൾ, സ്വാതന്ത്ര്യം എന്ന വാക്ക് പറയുമ്പോൾ വൃദ്ധയുടെ വൈപ്പ് പല്ല് സെറ്റ് മുന്നിലേക്ക് ഉന്തി വരുന്നു. എന്ന് വെച്ചാൽ അവ ദുർബലങ്ങളാണ്. അത് ഭംഗിയായി പറയാൻ, ശക്തമായി പറയാൻ, വ്യക്തമായി പറയാൻ വൃദ്ധയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാന്ദർഭികമായൊരു സൂചനയല്ല. അത് കാണിക്കുന്നത്, അത് നൽകുന്നത്, നോക്കൂ, ആ വാക്കുകൾ തന്നെ. സ്വാതന്ത്ര്യം, കഥ, ഇതൊക്കെ വിപുലമായ, വിശാലമായ അർത്ഥ സാധ്യതകൾ ഉൾക്കൊള്ളുന്ന ശക്തങ്ങളായ പദങ്ങളാണ്, ശക്തിയുള്ള പദങ്ങളാണ്, അല്ലെ? കഥ, സ്വാതന്ത്ര്യം എന്നൊക്കെ, സാഹിത്യം, കല, കഥ, സ്വാതന്ത്ര്യം, കവിത എന്നൊക്കെ പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള ശക്തിയുള്ള, വിപുലങ്ങളായ, വിശാല അർത്ഥമുള്ള, അമൃതകരമായ, നമ്മൾ ജീവനേക്കാൾ വിലമതിക്കുന്ന വാക്കുകൾ വ്യക്തമായോ ശക്തമായോ പറയാനുള്ള ആർജവം പോലും സ്ത്രീ സമൂഹത്തിന് നിഷേധിക്കപ്പെടുന്നു. അത് വ്യക്തമായും ശക്തമായും പറയുന്നതിനുള്ള ആർജവം തന്നെ വൃദ്ധയ്ക്കില്ല. അതുകൊണ്ടാണ് അത്തരം പദങ്ങൾ പറയുമ്പോൾ ആ വൈപ്പ് പല്ല് സെറ്റ് മുന്നിലേക്ക് ദുർബലമായി ഉന്തി വരുന്നത്. അത് പെൺകുട്ടിയെ വളരെയധികം അലോസരപ്പെടുത്തുന്നുമുണ്ട്. ഒരു വേള അവൾ തന്റെ പല്ലുകൾ അങ്ങനെ ഉന്തി വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്, അല്ലെ? അത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കാരണം താനും ദുർബലപ്പെട്ടു പോവുകയാണ്. സ്വാതന്ത്ര്യം എന്ന വാക്ക് ആർജവത്തോടെ പറയാൻ കഴിയാത്ത, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് പറയാൻ പോലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അനുഭവത്തിൽ വരുത്തുക, അല്ലെ? ഇപ്പൊ കഥ എന്ന വാക്ക് പറയാൻ കഴിയാത്ത, ആർജവത്തോടെ പറയാൻ കഴിയാത്ത, അതുകൊണ്ട് തന്നെ അത് അനുഭവിക്കാൻ കഴിയാത്ത ദൗർബല്യത്തിലേക്ക് താനും വഴുതി വീഴുന്നുണ്ടോ എന്നുള്ള ആശങ്ക ഇവിടെ ആര് പുലർത്തുന്നുണ്ട്? പെൺകുട്ടി പുലർത്തുന്നുണ്ട്, അല്ലെ? അപ്പൊ അവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പരാമർശം എഴുതുമ്പോൾ അതിലും നമുക്ക് ഇതിനെ ഉൾപ്പെടുത്താം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാണത്. ശക്തങ്ങളായ, അർത്ഥ വിപുലതയുള്ള പദങ്ങൾ എടുത്ത് ഉച്ചരിക്കാൻ കഴിയാത്തത്, പറയാൻ കഴിയാത്തവർക്ക് അനുഭവത്തിലും അത് നിഷേധിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് കഥാകാരി അവിടെ എന്ത് ചെയ്യുന്നത്, വ്യക്തമാക്കുന്നത്. അപ്പോ ദേശത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ പരാമർശങ്ങളെ കഥാകാരി വിപുലമായ ചർച്ചയ്ക്ക് വേണ്ടി, എന്നാൽ കഥയുടെ കലാപരമായ ഘടനയ്ക്ക് ഒതുങ്ങുന്ന മട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഉപന്യാസമൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ ഇന്നിപ്പോ ചോദ്യോത്തരങ്ങൾ മാത്രമാണ്, ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുടെ ഒരു സ്വഭാവത്തെയാണ് പരിചയപ്പെടുന്നത്. അപ്പോ പെൺകുട്ടിയുടെ കഥാപാത്ര നിരൂപണം എഴുതുമ്പോൾ സൂചനകൾ വികസിപ്പിച്ച് വൃദ്ധയുടെ അനുഭവങ്ങളുടെ സമാനതയാണ് പെൺകുട്ടിയിലുള്ളതെന്ന് എഴുതും പോലെ തന്നെ ചില വാക്കുകൾ ഇങ്ങനെ നാടിന്റെയും സ്ത്രീയുടെയും ആവിഷ്കാരത്തിന്റെയും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതിനെ പോയിന്റുകളാക്കി എടുത്തുകൊണ്ട് കഥയിൽ തന്നെയുള്ള സന്ദർഭങ്ങളെ വിശകലനം ചെയ്ത് അതിനെ വിപുലീകരിച്ച് നിങ്ങൾക്കൊരു ഉപന്യാസമായിട്ട് എഴുതാൻ സാധിക്കും. അതുപോലെ ഓർമ്മയുടെ നിലമ്പുന്ന ശീർഷകം ഇതിന് എത്രത്തോളം ഔചിത്യം നിറഞ്ഞതാണ് എന്ന് ചോദിച്ചാൽ, ഇതിലുടനീളം ഉടനീളം എന്നല്ല, വൃദ്ധ തേടുന്ന
കുരുക്കിട്ട് മുറുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഓർമ്മ നശിച്ചു പോകുമെന്ന് പറയുന്ന, ഓർമ്മ നശിക്കുമ്പോൾ വ്യക്തിത്വത്തിന്റെ നാശമാണല്ലോ അതല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ നീല ഞരമ്പ് കഥാന്ത്യത്തിൽ ഈ പെൺകുട്ടിയും തിരയുന്നുണ്ട്. അപ്പോ സ്വാതന്ത്ര്യത്തിന്റെ നിറമായ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ നിറമായ ആ നമ്മൾ പിങ്ക് വർണ്ണത്തെ പ്രതീകാത്മകമായി കാണാറുണ്ടല്ലോ, നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. അപ്പൊ അതിന്റെ തന്നെ ഒരു കുറച്ചുകൂടി തീക്ഷ്ണമായ രൂപമായ ആ വയലറ്റ് നിറമുള്ള ഞരമ്പ് വൃദ്ധയെ പോലെ ഈ പെൺകുട്ടിയും തേടുക വഴി എന്താണ് ആ ഓർമ്മയുടെ ഞരമ്പ് എന്ന ആ ശീർഷകം കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾക്കും ഒരുപോലെ ബാധകമായി തീരുന്നു എന്ന് മാത്രമല്ല, അത് ഓർമ്മ നശിക്കുന്നതിലൂടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു ദുരന്തത്തിലേക്കുള്ള സൂചനയായി മാറുകയും ചെയ്യും. ഓർമ്മ നശിച്ചു കഴിയുമ്പോൾ വ്യക്തിത്വം നശിക്കുന്നു. അതൊരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദുരന്തമാണത്. ജഡതുല്യമായ അവസ്ഥ, നിർജീവമായ അവസ്ഥ അല്ലെ. വള്ളത്തോൾ ഒരു കവിതയിൽ പറയുന്നത് പോലെ, ചിത്രശാല എന്ന കാവ്യത്തിൽ പറയുന്നത് പോലെ, വീടാം കൂട്ടിൽ കുരുങ്ങും തത്തമ്മകൾ, വീടാകുന്ന കൂട്ടിൽ കുരുങ്ങുന്ന തത്തമ്മകളായിട്ട് സ്ത്രീ സമൂഹത്തെ കാണുന്ന അവസ്ഥ തന്നെയാണ് ഇവിടെ വൃദ്ധയ്ക്കും പെൺകുട്ടിക്കും ഉള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഇപ്പൊ ഭാരതം എന്ന നാടിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഒട്ടേറെ മാറ്റങ്ങൾ നാട്ടിലുണ്ടായിട്ടും എല്ലാ മേഖലകളിലും വമ്പിച്ച മാറ്റമുണ്ടായിട്ടും സ്ത്രീയുടെ അവസ്ഥയ്ക്ക് പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് ഈ പുതിയ യുഗത്തിലും കാര്യമായ സാരമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ കഥ വ്യക്തമായി നമ്മോട് പറയുന്നത്. അപ്പോ ഇതാണ് ഇതിലെ ചോദ്യോത്തരങ്ങളുടെ ഒരു സ്വഭാവത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഇത്തരം ഇവിടെ സൂചിപ്പിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ പുസ്തകം പലവട്ടം വായിച്ച് സ്വയം ഒന്ന് എഴുതി നോക്കുന്നത് ഉചിതമായിരിക്കും. ഞാൻ ഈ പറഞ്ഞ പ്രകാരം അതിന്റെ സൂചനകളെ വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. കഥയുടെ ഒരു വായനയല്ല നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി വരുന്നത്. പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ, കഥാപാത്രങ്ങൾക്ക് കഥാപാത്ര നിരൂപണം, അതുപോലെ വിശകലനക്കുറിപ്പ്, കഥയിലെ പരാമർശങ്ങളെ കുറിച്ചുള്ള വിശകലനം, ഇതൊക്കെ എഴുതണമെങ്കിൽ നമുക്ക് കഥയുടെ കുറച്ചുകൂടി സൂക്ഷ്മമായ വായന, അപഗ്രഥനാത്മകമായ വായന തന്നെ വേണ്ടിവരും എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പോ ഇത്രയുമാണ് ഈ കഥയെക്കുറിച്ച് പൊതുവായി പറയാനുള്ളത്. ഇനി നമുക്ക് വരുന്നത്, ഇത് നിങ്ങൾക്കറിയാമല്ലോ, രണ്ടാമത്തെ പാഠഭാഗമാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചെറുകഥയാണ്, പാഠഭാഗമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ ഒന്നാമത് നിങ്ങളൊരു കവിതയാണല്ലോ പഠിച്ചത്, ഇപ്പോ ഇതാ ചെറുകഥയായി. ഇനി മൂന്നാമത്തെ പാഠമായി നിങ്ങളുടെ മുമ്പിലുള്ളത് ഓർമ്മകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന കഥയ്ക്ക് ശേഷം ഉള്ളത് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയ്ക്ക് ശേഷം ഉള്ളത് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്ന ലേഖനമാണ്. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ എന്നാണ്, അതൊരു ലേഖനമാണ്. ഇപ്പോ കഥയായി, കവിതയായി അടുത്ത മറ്റൊരു സാഹിത്യ രൂപമായ ലേഖനമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വളരെയധികം കാലിക പ്രാധാന്യം, ഒരു ഗൗരവതരമായ വിഷയം തന്നെയാണ് ഈ ലേഖനം നമ്മോട് പങ്കുവയ്ക്കുന്നത്. പാഠപുസ്തകത്തിൽ പരീക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞിരിക്കുക എന്നുള്ളതിലുപരി തന്നെ വിദ്യാർത്ഥികളോ യുവാക്കളോ നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ കണ്ണ് തുറക്കേണ്ട, ഉള്ളു തുറക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് ഈ ലേഖകൻ നമ്മളെ നയിക്കുന്നത്. അപ്പൊ ഇത് എഴുതിയിരിക്കുന്നത് എൻ.എ. നസീർ എന്ന് പറയുന്ന ഒരു ലേഖകനാണ്. അപ്പൊ എൻ.എ. നസീർ ഒരു പക്ഷെ നിങ്ങൾക്ക് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധമുള്ളവർക്ക്, അത് വായിക്കുന്നവർക്ക് എൻ.എ. നസീർ സുപരിചിതനാണ്. ലോക പ്രശസ്തനായ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ ആണ് ആര്? ഈ എൻ.എ. നസീർ. വെറും ഒരു ഛായാഗ്രാഹകൻ മാത്രമല്ല, അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയാണ്. ഇപ്പോ ഒരു പ്രശസ്തനായ വന്യജീവി ഫോട്ടോഗ്രാഫർ, അതുപോലെ തന്നെ ഒരു വളരെ സജീവമായ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ. അതുപോലെ തന്നെ ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം കൂടി അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സവിശേഷതയായിട്ട് പറയാൻ സാധിക്കും. എൻ.എ. നസീർ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്.
കാരണം വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഒരു ലേഖനത്തിൻ്റെതായ നിർജീവമായ കാര്യമാത്ര പ്രസക്തമായ ഒരു ഭാഷയല്ല, ഒരു പരുക്കൻ ഭാഷയല്ല, അലങ്കാരങ്ങളില്ലാത്തൊരു ഭാഷയല്ല, മറിച്ച് വളരെ ജീവചൈതന്യമുള്ള കാവ്യാത്മകമായ ഒരു ഭാഷയാണ് നമുക്ക് ഈ ലേഖനത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോ ഒരു നല്ല എഴുത്തുകാരൻ കൂടിയാണ് എൻ എ നസീർ എന്ന് നമുക്ക് ഈ പാഠഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തകനായ, അതിലുപരി അദ്ദേഹത്തിന്റെ പ്രധാന മേഖല ഫോട്ടോഗ്രാഫിയാണ്, വന്യജീവി ഫോട്ടോഗ്രാഫറായ നല്ലൊരു എഴുത്തുകാരൻ കൂടിയായ, ഈ കാലഘട്ടത്തെ സംബന്ധിക്കുന്ന വളരെ പ്രസക്തമായൊരു വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ലേഖനമാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. അപ്പൊ വന്യജീവി ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് ഇത് മരങ്ങളുടെ വേരുകളെ കുറിച്ചുള്ള ഒരു പരാമർശമായിട്ട് മാത്രം കണക്കാക്കണ്ട. ആരാണ് വേരുകൾ നഷ്ടപ്പെടുത്തുന്നത്? നമ്മളൊക്കെ തന്നെയാണ്. മരങ്ങളുടെ വേരുകൾ മാത്രമാണോ നഷ്ടപ്പെടുത്തുന്നത്? അല്ല. നമ്മൾ ഒരു ജനതയെന്നുള്ള നിലയ്ക്ക് മാനവരാശി അവനവന്റെ നിലനിൽപ്പിന് ആധാരമായ വേരുകളെ കൂടി എന്ത് ചെയ്യുകയാണ്? നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നുള്ള വിപുലമായ ദാർശനികമായ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു അർത്ഥം കൂടി ഇതിന് ഉണ്ട് എന്നുള്ളതാണ്. അല്ലെ, ഒരു ജനത എന്നുള്ള നിലയിൽ ഈ മാനവരാശി അവന്റെ നിലനിൽപ്പിന്റെ വേരുകളെ തന്നെയാണ് മുറിച്ചു മാറ്റുന്നത്, നഷ്ടപ്പെടുത്തുന്നത്. എന്ത് ചെയ്യുമ്പോൾ? മരങ്ങളുടെ വേരുകൾ മുറിച്ചു മാറ്റുമ്പോൾ. മരങ്ങളുടെ വേരുകൾ മുറിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലനിൽപ്പിന്റെ വേരുകളെ കൂടിയാണ് മുറിച്ചു മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ആധാരമായ നമ്മുടെ സംസ്കാരത്തിന്റെ ഭൂമികയിൽ നിന്നുള്ള നമ്മുടെ തന്നെ വേരുകൾ പറിച്ചെറിഞ്ഞുകൊണ്ടുള്ള പുരോഗതിയിലേക്ക്, നാഗരികതയിലേക്കുള്ള തെറ്റായ വികസനങ്ങളിലേക്കുള്ള പ്രയാണത്തെ കൂടി സൂചിപ്പിക്കുന്ന ഒരു ലേഖനമായിട്ടിത് മാറുന്നു. അങ്ങനെ വിപുലമായ അർത്ഥസാധ്യതകൾ ഈ ലേഖനത്തിന്. അതുപോലെ ഞാൻ പറഞ്ഞു, ഇതിലെ ഭാഷ, കാവ്യാത്മകമായ ഭാഷ. വനത്തിൽ സാധാരണ നമ്മൾ കാണുന്ന സ്വാഭാവികമായ ദൃശ്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പോലും പ്രസക്തങ്ങളായി തീരുന്ന ദാർശനിക മാനമുള്ള, നമ്മളെ ചിന്തിപ്പിക്കുന്ന സന്ദർഭങ്ങളാക്കി ആവിഷ്കരിക്കാൻ ഈ ലേഖനമുള്ള സവിശേഷമായ കഴിവ് നമുക്ക് ഈ പാഠഭാഗത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന നിസ്സാരങ്ങളായ കാഴ്ചകൾ, അതിന് എന്തുമാത്രം ചിന്തോദ്ദീപകമായ ചിത്രങ്ങളാണ്, സന്ദർഭങ്ങളാണ് എന്ന ഒരു ദാർശനിക ഗരിമയോടെ അവതരിപ്പിക്കാൻ ഇവിടെ എൻ എ നസീർ എന്ന ലേഖനം കഴിയുന്നു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്, ഈ ലേഖനം വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരൻ കൂടിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞതിന്റെ പൊരുളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണല്ലോ ഈ പരിസ്ഥിതി പ്രശ്നം, അല്ലെ? വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന അപരിഹാര്യമായ ഒട്ടേറെ പ്രതിസന്ധികൾ പാരിസ്ഥിതിക രംഗത്ത് നമ്മൾ നേരിടുന്നുണ്ട്, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നം. അപ്പൊ ഇതേക്കുറിച്ച് അവബോധം നൽകുന്ന ലേഖനങ്ങളുണ്ട്, അതുപോലെ കഥകളുണ്ട്, കവിതകളുണ്ട്, നോവലുകളൊക്കെ തന്നെയുണ്ട്. ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കഥകളാവട്ടെ, കവിതകളാകട്ടെ, പുരസ്കാരങ്ങൾ പലതും നേടുന്ന പിന്നെ നോവലുകളാകട്ടെ, എന്തിന് ചലച്ചിത്രങ്ങൾ പോലും ഈ പരിസ്ഥിതി പ്രശ്നങ്ങളെ പ്രമേയമായി വരുന്നതാണ്. അപ്പൊ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം എത്രമാത്രം സങ്കീർണമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കലാസൃഷ്ടികൾ സമകാലിക കലാലോകത്ത് വളരെയധികം സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ സന്ദർഭത്തിലാണ് ഇവിടെ നസീറിനെ പോലുള്ള സാഹസികനായ ഒരു വനസഞ്ചാരി വനത്തിലൂടെ നടത്തുന്ന സാഹസികമായ യാത്രകളിൽ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതിന്റെയും വളരെ നിർജീവമായ ഒരു വിവരണം മാത്രമല്ല, അത് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് നമ്മളെ. അല്ലെങ്കിൽ ഒരു വനത്തെക്കുറിച്ചുള്ള അറിവുകൾ നൽകുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുക കൂടിയാണ് ചെയ്യുന്നത്. എന്ത്? വനത്തിന്റെ സമ്പത്ത്, അത് മരങ്ങളാകട്ടെ, പക്ഷിജാലങ്ങളാകട്ടെ, വൃക്ഷ സമൂഹമാകട്ടെ. വനം എന്ന് പറയുമ്പോൾ അതിലെ പക്ഷികൾ, മൃഗങ്ങൾ, അതുപോലെ നാനാതരം സസ്യസമ്പത്ത്, ഇതൊക്കെ വനത്തിൽ വസിക്കുന്നത് അല്ലെങ്കിൽ വനത്തിൽ സജീവമായി നിലകൊള്ളുന്നത്, സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെയൊക്കെ നിലനിൽപ്പിന് ഇന്ന് വളരെ വളരെ അത്യന്താപേക്ഷിതമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്, മുന്നറിയിപ്പാണ് ഇവിടെ എഴുത്തുകാരൻ നൽകുന്നത്, ലേഖകൻ നൽകുന്നത്. ഇപ്പോ എൻ എ നസീറിന്റെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളാവട്ടെ, അദ്ദേഹത്തിന്റെ കുറിപ്പുകളാവട്ടെ, അത് പക്ഷികളെ കുറിച്ചുള്ളതായാലും മൃഗങ്ങളെ കുറിച്ചുള്ളത്,
അപൂർവങ്ങളായ പക്ഷികൾ, അപൂർവങ്ങളായ മൃഗങ്ങൾ, അപൂർവങ്ങളായ മരങ്ങൾ, അപൂർവങ്ങളായ വനക്കാഴ്ചകൾ. അദ്ദേഹം നൽകുന്ന ഇവ ഓരോന്നും തന്നെ നമ്മളെ ഒരു തിരിച്ചറിവിലേക്ക് നയിക്കുന്നു. എന്ത്? ഇതെല്ലാം തന്നെ മനുഷ്യന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇവയൊന്നുമില്ലെങ്കിൽ നാഗരികനായ നമുക്ക് നിലനിൽപ്പ് ഇല്ല തന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രങ്ങളും കുറിപ്പുകളും ആണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കാടിന്റെ ആത്മാവിലേക്കുള്ള, കാടിന്റെ ഉള്ളറകൾ തേടിയുള്ള ഒരു അന്വേഷകന്റെ നിരന്തരമായ ഒരു യാത്ര കൂടിയാണ് ഈ ലേഖനം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് കേവലമായ ഒരു ട്രിപ്പല്ല, മറിച്ച് നിരന്തരമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമാണ്. കാരണം ഈ ലേഖനത്തിൽ, അങ്ങനെ പറയാൻ കാരണം, ഈ ലേഖനത്തിൽ അദ്ദേഹം ഒരു യാത്രയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയല്ല ചെയ്യുന്നത്. പലപ്പോഴായി അദ്ദേഹം നടത്തിയിട്ടുള്ള പല വനയാത്രകളിലെ അപൂർവങ്ങളായിട്ടുള്ള അനുഭവങ്ങളുടെ ആവിഷ്കാരമാണ്. അപ്പോൾ ഇതിൽ ഷോളയാർ കാടുകളിൽ അദ്ദേഹം അനുഭവിച്ച കണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതുപോലെ വയനാട്ടിലെ കുറുവാ ദ്വീപിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ നഗരമധ്യത്തിൽ കണ്ട ഒരു കാവിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. അതുപോലെ തന്നെ മരങ്ങളുടെ വേരുകൾ നദീതീരങ്ങളിൽ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് നീണ്ടുപോകുന്ന, നമ്മൾ സാധാരണ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽ പെടാത്ത ആ ദൃശ്യങ്ങളുടെ കാവ്യാത്മകമായ സൗന്ദര്യത്തെ കുറിച്ചുള്ള വർണ്ണനകളുണ്ട്. അതുപോലെ ഒരു പടുകൂറ്റൻ പാറയെ വളരെ സ്നേഹത്തോടെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്ന, വേരുകളാൽ ചുറ്റിപ്പിണഞ്ഞ ഒരു പാറയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആ പാറയുടെ ചിത്രവും അതിന്റെ വിവരണവും, ഇങ്ങനെയുള്ള അപൂർവങ്ങളായ വനക്കാഴ്ചകൾ. അതാണ് ഞാൻ പറഞ്ഞത്, കാടിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ആത്മാവിലേക്കുള്ള ഒരു അന്വേഷകന്റെ അനന്തമായ ശാന്തമായ, കാടിനെ മുറിവേൽപ്പിക്കാത്ത, കാടിനെ യാതൊരു അലോസരവും ഉണ്ടാക്കാത്ത, വന്യജീവികളോടൊക്കെ വളരെ ഇണങ്ങിയുള്ള, പോറലേൽപ്പിക്കാത്ത ഒരു വനയാത്രികന്റെ സത്യസന്ധമായ കുറിപ്പുകൾ കൂടിയാണത്. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നത്തെ കുറിച്ചുള്ള പരാമർശത്തോടെയാണ് ഈ ലേഖനം അവസാനിക്കുന്നത് തന്നെ. നമുക്ക് അതിന്റെ വിശകലനങ്ങളിലേക്ക് വരാം. എങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നത്, അദ്ദേഹത്തിനൊരു ജന്മം, അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ, ഒരു മോഹമുണ്ടെങ്കിൽ, നമ്മളൊക്കെ എന്താണ് ആഗ്രഹിക്കുന്നത്? കൂടുതൽ പേര് മനുഷ്യ ജന്മം തന്നെ ആഗ്രഹിക്കും, അല്ലെ? സ്വാഭാവികം. അദ്ദേഹം പറയുന്നത് ഒരു കാട്ടാൽ വൃക്ഷമായി പുനർജനിക്കണം. ഇങ്ങനെയുള്ള കാട്ടാൽ വൃക്ഷം തീയേറ്റാലും അതുപോലെ വെട്ടിമുറിച്ചാലും നശിച്ചു പോകാതെ വീണ്ടും വീണ്ടും തളർക്കുന്ന, തഴയ്ക്കുന്ന, പുനർജനിക്കുന്ന ഒരു കാട്ടാൽ വൃക്ഷമായി പുനർജനിക്കണമെന്നാണ് ലേഖകൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് കാടിനോടുള്ള, കാടിന്റെ ആത്മാവിനോടുള്ള അഗാധമായ ബന്ധം, ആത്മബന്ധം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ്, ഈ പാഠഭാഗത്തിന്റെ ലഘുവായ ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പോകാം. നിങ്ങളെല്ലാവരും അപ്പോൾ താല്പര്യത്തോടെ അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പാഠം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.